ഹായ് ഓൾ, വെൽക്കം ടു എൽസസ് കളക്ഷൻസ്. ഇന്ന് നമുക്ക് ഒരു എഗ് റോസ്റ്റിൻ്റെ റെസിപ്പി കണ്ടാലോ? ഈസിയാണ് കേട്ടോ. ആദ്യം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം. എന്നിട്ട് അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ കുനുകുന അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. അതിനുശേഷം അതിലേക്ക് 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, കറിവേപ്പില, ഇത്രയും സാധനം ഇട്ട് കൊടുത്തു. അത് ഓൾറെഡി ഫ്രൈ ആയി. അപ്പോഴത്തേക്കിനും ഞാനതിലേക്ക് നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള, 2 സവോള ഉണ്ട് കേട്ടോ, 2 വലിയ സവോള, അതും ഉപ്പും ഇട്ട് കൊടുത്ത് വഴറ്റുകയാണ് കേട്ടോ. അത് വഴണ്ട് വന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ചിക്കൻ മസാല, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി. ഇത്രയും പൊടികളാണ് ഞാൻ ചേർക്കുന്നത്. എന്നിട്ട് പച്ചമണം മാറുന്നവരെ ഇളക്കിയതിന് ശേഷം ഒരു തക്കാളി, ഒരു പഴുത്ത തക്കാളിയും കൂടെ ചേർത്ത് ഒരു ഗ്ലാസ്, ചെറിയ ഗ്ലാസ്സിന് 1 ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഒഴിച്ച് ഞാൻ അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് അതിലേക്ക് ഞാൻ കുറച്ച് കായപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് വെള്ളവും കൂടെ വേണമായിരുന്നു. ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് ഞാൻ അതൊന്നും കൂടെ അടച്ചു വെച്ച് വേവിച്ചു. നമ്മൾ എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ഇങ്ങനെ വരഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തേക്കൊക്കെ അതിൻ്റെ അരപ്പ് നന്നായിട്ട് പിടിക്കുമല്ലോ. അപ്പോൾ അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.